പുതിയ സഹകരണ ബാങ്ക് തകർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. തകർന്ന ബാങ്കുകളിലും ഭിക്ഷക്കാശ് പോലെയാണ് നിക്ഷേപം ചില്ലറയായി തിരിച്ചു കൊടുക്കുന്നത്. അവിടെയും സ്വജനപക്ഷപാതമാണ്. കാണാം ദുരിതക്കയത്തിൽ വീണവരെ. മാധ്യമങ്ങൾ പച്ചക്കള്ളം പറയുന്നുവെന്ന് വിമർശിക്കുന്നവർ 2024 ജൂൺ മാസം 24-ാം തീയതി സഹകരണ മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞ മറുപടി ഒന്ന് കണ്ടാൽ മതി. CPM-ഉം CPI-യും കോൺഗ്രസും മുസ്ലിം ലീഗും BJP-യും എല്ലാം ഉണ്ട് തട്ടിപ്പ് നടത്തിയ സഹകരണ സംഘങ്ങൾ നയിക്കുന്നവരിൽ. നിക്ഷേപം തട്ടുന്നതിലും തട്ടിയെടുത്ത പണം തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുന്നതിലും ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. ജനം കാണണം പണം നഷ്ടമായവന്റെ വേദന. കട്ടപ്പന സർവീസ് സൊസൈറ്റി പോലെ തിരുവനന്തപുരം നഗരത്തിൽ ഒരു സഹകരണ ബാങ്ക് ക്രമക്കേട് കൂടി പുറത്തു വരികയാണ്. CPM നിയന്ത്രണത്തിലുള്ള തിരുമല സർവീസ് സഹകരണ സംഘം 27 കോടി രൂപയുടെ ക്രമക്കേടാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. CPM അംഗം പുത്തങ്കട വിജയനാണ് ഈ ബാങ്കിന്റെ പ്രസിഡന്റ്. ഏകദേശം 6 ലക്ഷം രൂപ എൻ്റെ സേവിങ്സിലേക്ക് മാറ്റി. പക്ഷേ അത് ഇപ്രാവശ്യം ഞാൻ എടുക്കാനായിട്ട് അവിടെ ചെന്നപ്പം കഴിഞ്ഞ മാസം 15-ാം തീയതി പറഞ്ഞു നടന്നില്ല, ഈ മാസം 15-ാം തീയതി പറഞ്ഞു നടന്നില്ല. അപ്പം ഞാനിനി എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാതെ ഇരിക്കുകയാണ്. ഈ പുത്തങ്കട വിജയൻ എന്ന് പറയുന്ന പ്രസിഡന്റിനെ എന്നെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ എന്നിട്ടും അവരോട് അഭിപ്രായം പറഞ്ഞു, എനിക്ക് ഡെയിലി ഒരു 10,000 രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ അതിനും വില്ലിങ്ങായി. എന്നിട്ട് പോലും അവർ അതിന് നമ്മളോട് സഹകരിക്കുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഒരു റെസിഡൻസ് അസോസിയേഷൻ പ്രദേശത്ത് മാത്രം ഈ ബാങ്കിൽ 6 കോടി രൂപ നിക്ഷേപമുണ്ട്. അപ്പോൾ സംഭവത്തിന്റെ ഗൗരവം പിടികിട്ടി കാണും. വിളിക്കുമ്പോൾ ഒരു കളക്ഷൻ ഏജന്റ് ഉണ്ടായിരുന്നു. പുള്ളി ഫോൺ എടുക്കുന്നില്ല. പല പ്രാവശ്യമായിട്ട് വിളിച്ചു. അവസാനം പല ഡേറ്റുകൾ പറഞ്ഞു, തരാമെന്ന് പറഞ്ഞു. ചെറിയ എമൗണ്ടേ ഉള്ളൂ, പക്ഷെ അതുപോലും അവർക്ക് തരാൻ പറ്റുന്നില്ല. തിരുമല സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവർ ആകെ കുടുങ്ങിയിരിക്കുകയാണ്. കാരണം പുറത്തു പറഞ്ഞാൽ പണം കിട്ടാതിരിക്കുമോ എന്ന ഭീതി പലർക്കുമുണ്ട്. ഇനി കാണാം CPI നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിന്റെ ചതി. കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പോലെ കരുവന്നൂർ ബാങ്ക് പോലെ തന്നെയാണ് ഈ കണ്ടല സഹകരണ ബാങ്കും. വ്യോമസേനയിലായിരുന്ന മകൻ മരിച്ചപ്പോൾ കിട്ടിയ തുകയാണ് ബാലരാമപുരം സ്വദേശി ശശികുമാർ കണ്ടല ബാങ്കിൽ നിക്ഷേപിച്ചത്. 21 ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത്. എന്തെങ്കിലും പണം കിട്ടുന്നുണ്ടോ? മാസം എന്ന് പറയുന്നത് ചിലപ്പോൾ 5,000 രൂപ കിട്ടിയേക്കും. ഒന്നിനും ആവില്ല. ഞാനിപ്പോൾ എനിക്ക് മരുന്നും പറ്റി ഡോക്ടർ കൺസൾട്ടിങ് ഫീസ് ബാക്കി അവർ പറയുന്ന ടെസ്റ്റുകളെല്ലാം കൂടെ ചെയ്യുമ്പോൾ 10,000 രൂപ ഒരു പ്രാവശ്യം പോകുമ്പോൾ വേണം. സർക്കാർ തലത്തിൽ എന്തെങ്കിലും നടപടി കൈക്കൊള്ളൂ എന്നുള്ള ഒരു പ്രതീക്ഷയും ആർക്കും ഇല്ല. എൻ്റെ ആയുസിനെ പിടിച്ചു നിർത്താൻ അവൻ്റെ കാശ് ഉപകരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും ഇല്ല, ഇതും ഇല്ലാത്ത അവസ്ഥയിലാണെന്ന്. ഒരു സൈനികന്റെ അച്ഛൻ്റെ കണ്ണുനീരാണ് നമ്മൾ കാണുന്നത്. ഇനി മറ്റൊരു ബാങ്കിന്റെ ചതി കാണാം. ഇത് BJP-യുടെ നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘമാണ്. ഈ ബാങ്ക് നിക്ഷേപകരോട് ചെയ്ത ചതി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം തുടങ്ങിയ ശേഷവും അവസാനിക്കുന്നില്ല. ഞാനും എൻ്റെ വൈഫും കൂടെ ഏകദേശം 20 ലക്ഷത്തോളം രൂപ ഡെപ്പോസിറ്റ് ഇട്ടിട്ട് ഒരു പൈസ കണ്ടില്ല. അവർ പോകുമ്പോൾ പറയുന്നത് ഒന്നും കാശൊന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പം 6-ാം തീയതി ഇവിടെ ഇലക്ഷൻ വെച്ചിരിക്കുക. വീണ്ടും പഴയ ആൾക്കാർ തന്നെയാണ് വരുന്നത്. ജയാറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് എത്ര 1 കോടി രൂപ വരുമ്പോൾ നിങ്ങൾക്കത് ഈക്വലായിട്ട് അതിനകത്തുള്ളവർക്ക് തുല്യമായി വീതിച്ച് തരുമെന്ന് പറഞ്ഞിരുന്നു. 40 ലക്ഷം രൂപ വന്നതിനകത്ത് 32 ലക്ഷം രൂപ അവർക്ക് താല്പര്യമുള്ള ഏകപക്ഷീയമായി അവർ തീരുമാനം എടുത്തുകൊണ്ട് അവരുടേതായ പല ആൾക്കാർക്ക് അത് വീതിച്ചതായിട്ട് മനസ്സിലാക്കി. ഇത് ചെമ്പഴന്തി കാർഷിക വികസന ബാങ്കാണ്. മുൻ കോൺഗ്രസ് നേതാവാണ് ഇവിടുത്തെ ബാങ്ക് പ്രസിഡന്റ്. ബാങ്ക് പ്രതിസന്ധിയിലായതോടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പ്രസിഡന്റിനെ അങ്ങ് പുറത്താക്കി. ഈ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കെല്ലാം പണം തിരിച്ചു കിട്ടേണ്ടവരാണ്. പക്ഷേ പരസ്യമായി പറഞ്ഞാൽ പണം കിട്ടാതിരിക്കുമോ എന്ന ഭീതിയിൽ ആരും മിണ്ടുന്നില്ലെന്ന് മാത്രം. ദുഃഖം പരസ്യമായി പറഞ്ഞ ഒരു സാധു അമ്മയ്ക്ക് മാത്രം ബാങ്കിൽ നിന്ന് പണം കിട്ടി. എനിക്ക് ബാങ്കുകാർ തന്ന് ഞാൻ എൻ്റെ സഹോദരൻ്റെ മോളെ കല്യാണത്തിന് ഞാൻ എടുത്ത് കൊടുത്തു. വലിയ ദുഃഖം. നമ്മൾ കഷ്ടപ്പെട്ട് പൈസ, ഞാൻ തൂത്ത പൈസയില്ലേ. പണം നഷ്ടമാകുന്നവൻ്റെ വേദന എന്താണെന്നും അത് തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം എന്താണെന്നും ഈ അമ്മയുടെ മുഖത്ത് നോക്കിയാൽ കാണാം. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഈ സന്തോഷം നൽകേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം കടമയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.